IPL-ൽ ഇന്നലെ നടന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരം വാശിയേറിയ പോരാട്ടത്തിന് മാത്രമല്ല വലിയ വിവാദങ്ങൾക്കുമാണ് കാരണമായത്. ഇതിലൊന്ന് അൻഗ്രിഷ് രഘുവംശിയുടെ പുറത്താകലായിരുന്നു. ഫീൽഡിംഗ് തടസ്സപ്പെടുത്തി റൺഔട്ട് അവസരം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിലാണ് അൻഗ്രിഷിൻ്റെ പുറത്താകൽ. KKR ബാറ്റിങ്ങിൻ്റെ 5-ാം ഓവറിലാണ് നാടകീയ സംഭവം. പ്രിൻസ് യാദവ് പറഞ്ഞ 5-ാം ഓവറിലെ അവസാന പന്തിൽ അൻഗ്രിഷ് മിഡ് ഓണിലേക്ക് ഷോട്ട് കളിച്ചു. സിംഗിളിനായി ഓടിയെങ്കിലും പന്ത് നേരിട്ട് മുഹമ്മദ് ഷമിയുടെ കയ്യിലേക്കാണ് എത്തിയത്. ഇത് കണ്ട് നോൺ സ്ട്രൈക്കിലായിരുന്ന കാമറൂൺ ഗ്രീൻ സിംഗിൾ നിരസിച്ചു. ഇതോടെ അൻഗ്രിഷ് തിരിച്ച് സ്ട്രൈക്കിലേക്ക് ഓടി. ഫീൽഡറായിരുന്ന മുഹമ്മദ് ഷമിയുടെ ത്രോ അൻഗ്രിഷിന്റെ ദേഹത്താണ് കൊണ്ടത്. ഇത് കണ്ട ലക്നൗ ക്യാപ്റ്റനായ ഋഷഭ് പന്തും ഫീൽഡറായിരുന്ന മുഹമ്മദ് ഷമിയും വിക്കറ്റിനായി അപ്പീൽ ചെയ്തു. റൺഔട്ട് അവസരം അൻഗ്രിഷ് മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു ലക്നൌവിന്റെ ആരോപണം. ഓൺ ഫീൽഡ് അമ്പയർ തീരുമാനം തേർഡ് അമ്പയർക്ക് വിട്ടു. തേർഡ് അമ്പയറുടെ പരിശോധനയിൽ അൻഗ്രിഷ് മനഃപൂർവ്വം റൺഔട്ട് അവസരം തടസ്സപ്പെടുത്തിയതാണ് വിധിയുണ്ടായത്. ഔട്ട് വിളിച്ചതോടെ ഗ്രൗണ്ട് വിടുന്നതിന് മുമ്പ് അൻഗ്രിഷ് ഓൺ ഫീൽഡ് അമ്പയറോട് തർക്കിച്ചിരുന്നു. ഇപ്പോഴിതാ ഇതിന്റെ പേരിൽ അൻഗ്രിഷിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. ക്രിക്കറ്റിലെ നിയമങ്ങൾ ചോദ്യം ചെയ്തതിനാണ് നടപടി നേരിട്ടിരിക്കുന്നത്. മാച്ച് ഫീയുടെ 20% പിഴയും ഒരു ഡീമെറിറ്റ് പോയിന്റുമാണ് പിഴ ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. IPL കോഡ് ഓഫ് കണ്ടക്റ്റിലെ 2.2 ആർട്ടിക്കിൾ ലംഘനം നടത്തിയതാണ് നടപടി. അൻഗ്രിഷിനെ പുറത്താക്കൽ വലിയ വിവാദമായി മാറിയിരുന്നു. അൻഗ്രിഷ് ഫീൽഡറായ മുഹമ്മദ് ഷമിയെ നോക്കിയ ശേഷം ഓട്ടത്തിന്റെ ദിശ മാറ്റിയെന്ന് വിലയിരുത്തിയാണ് തേർഡ് അമ്പയർ ഔട്ട് വിധിച്ചത്. എന്നാൽ ഫീൽഡറെ നോക്കിയ ശേഷം തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ് അൻഗ്രിഷ് ചെയ്തത്. ഷമിയുടെ ത്രോ അൻഗ്രിഷിന്റെ ദേഹത്ത് കൊണ്ടത് മനഃപൂർവ്വം അല്ലെന്ന് തന്നെ പറയാം. എന്നാൽ തേർഡ് അമ്പയർ മറ്റൊരു തരത്തിലായിരുന്നു തീരുമാനമെടുത്തത്. അൻഗ്രിഷ് മാത്രമല്ല KKR പരിശീലകനായ അഭിഷേക് നായരും അമ്പയറോട് തർക്കിച്ചിരുന്നു. എന്നാൽ അമ്പയറുടെ തീരുമാനം അന്തിമമായതിനാൽ വിക്കറ്റ് നഷ്ടമായി അൻഗ്രിഷിന് മടങ്ങേണ്ടി വന്നു. മനഃപൂർവ്വം റൺഔട്ട് തടയാനുള്ള നീക്കമാണ് അൻഗ്രിഷ് നടത്തിയതെന്ന് പറയാനാവില്ല. ഷമിയുടെ ത്രോ അൻഗ്രിഷിന്റെ ദേഹത്ത് തട്ടിയതിന്റെ പേരിൽ ഇത്തരമൊരു തീരുമാനം തേർഡ് അമ്പയറുടെ ഭാഗത്തുണ്ടായത് വലിയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. തീർത്തും അനീതിയാണിതെന്നാണ് ആരാധകർ സാമൂഹ്യമാധ്യമങ്ങളുടെ അഭിപ്രായപ്പെടുന്നത്. മുഹമ്മദ് ഷമിയും ഋഷഭ് പന്തും ക്രിക്കറ്റിന്റെ മാന്യത കാട്ടിയില്ലെന്നും അത് മനഃപൂർവ്വം റൺഔട്ട് തടസ്സപ്പെടുന്ന നീക്കം ആയിരുന്നില്ലെന്നുമാണ് ആരാധകർ പറയുന്നത്. ഇതോടെ ലക്നൗ താരങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വാശിയേറിയ മത്സരത്തിൽ KKRന് ജയിക്കാൻ സാധിച്ചെന്നാണ് എടുത്തു പറയേണ്ടത്. സൂപ്പർ ഓവറിനൊടുവിലാണ് KKR ജയിച്ചത്. ആദ്യം പറ്റിയത് KKR 150 റൺസ് എടുത്തപ്പോൾ ലക്നൌവിനും അതേ സ്കോർ തന്നെയാണ് നേടാനായത്. ഇതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. സുനിൽ നരൈന്റെ കിടലൻ ബൗളിംഗ് പ്രകടനത്തിന്റെ കരുത്തിൽ KKR വിജയം നേടുകയായിരുന്നു. 3 പന്ത് കൊണ്ട് ലക്നൌവിന്റെ 2 ബാറ്റർമാരെയും പുറത്താക്കാൻ നരൈന് സാധിച്ചു. നേരിട്ട ആദ്യ പന്ത് തന്നെ ബൗണ്ടറി വായിച്ച് റിങ്കു സിംഗ് KKRനെ വിജയത്തിലേക്കും എത്തിച്ചു. നേരത്തെ റിങ്കുവിന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് KKRനെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ സഹായിച്ചത്. എന്തായാലും KKR തോൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അൻഗ്രിഷിന്റെ വിക്കറ്റ് കൂടുതൽ വിവാദമായി മാറാൻ സാധ്യതകൾ ഏറെയായിരുന്നു. ഇതേതായാലും KKRന് ജയിക്കാനെന്നതാണ് ആശ്വാസകരമായ കാര്യം.